101 ഒന്ന് വിളിച്ചിട്ട് ആരും എടുക്കല്ലേ സാറേ. ഒന്ന് പെട്ടെന്ന് നമ്മളെ കൂടെ വരണം. എന്താ കാര്യം പറയാ നിങ്ങള്? നമ്മളെ പെരയിലേക്ക് ഒന്ന് വരണം നിങ്ങള്. എന്താ പേരേല്? ഉമ്മ. എന്തുമ്മ? ഉമ്മക്ക് എന്താ സംഭവിച്ചു? ഉമ്മക്ക് എന്തെങ്കിലും സംഭവിക്കണതിന് മുമ്പ് വരണം എന്നാ പറയണേ. എന്താ കാര്യം പറയൂ? ഉമ്മ കിണറ്റിൽ വീണ് കിടക്കാ സാറേ. വീണതാണോ ചാടിയതാണോ? ചാടിയതല്ല സാറേ, കാല് തെറ്റി വീണതാ. 19 വയസ്സുള്ള ഉമ്മ. ഇപ്പൊ കിടന്ന് നീന്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താവും അറിയില്ല. പെട്ടെന്ന് വരണം സാറേ. അതിനിപ്പോ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, വണ്ടികളൊക്കെ പോയിരിക്കാണ് പുറത്തേ. അങ്ങനെ പറയരുത് സാറേ, ഒരു മനുഷ്യ ജീവനാണ് കിടന്ന് പടയുന്നത്. MP വിളിച്ച് പറഞ്ഞ പ്രകാരം ഒരു വണ്ടി പൂച്ച പിടിക്കാൻ പോയിരിക്കുകയാണ്. പൂച്ച മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്, താഴത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട്. MLA ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു ചെയിന് കണക്ട് പോയി, അത് എടുക്കാൻ വേണ്ടി വേറൊരു വണ്ടിയും പോയി, ഉദ്യോഗസ്ഥനും പോയി. സാറേ, പൂച്ചനെക്കാട്ടും മാലിനെക്കാട്ടും വലുതല്ലേ സാറേ ഒരു മനുഷ്യന്റെ ജീവൻ? അതെ, അതിപ്പോ അതിന് പോയി കഴിഞ്ഞല്ലോ. ഞാൻ വരട്ടെ, വന്നു കഴിഞ്ഞാൽ വരാം. സാറേ, നിങ്ങൾ ഒരു മനുഷ്യ ജീവന്റെ വില മനസ്സിലാക്കി. പൂച്ചയാണോ മാലയാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങൾ വേഗം പോയിട്ട് അയൽക്കാരൊക്കെ അല്ലേ എല്ലാവരും കൂടിയിട്ടൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. അതിന് പറ്റൂല, അത്ര ആയുള്ള കിണറാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിളിക്കാനല്ലേ പറയണേ. 101 വിളിച്ച് അങ്ങനെ എടുക്കൂല. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് വന്നേ. നിങ്ങൾ ഇപ്പൊ ചെല്ലേ, ഞാൻ വന്നു കഴിഞ്ഞാൽ വണ്ടി വിടാം കേട്ടോ. ഭയങ്കര കഷ്ടമാണ് സാറേ. എന്റെ ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, ബാക്കി ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു കേട്ടോ. ഉമ്മ കിണറ്റ് ചാടിയാൽ ഇവിടെ വന്ന് പോകണ്ട. കിണറ്റ് ചാടിയതല്ല, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ച. ഉമ്മ കാല് തെറ്റി വീണതാ. ഇതിനകത്ത് വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് മനസമാധാനം പോക്ക്. വല്ലാത്തൊരു കഷ്ടം. സാറേ, ഒന്ന് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ. ഇപ്പുറത്തേക്ക്. ഇവിടെ മുഴുവൻ ചെളിയാണ് ചേട്ടാ, കാണല്ല. അല്ലാന്ന്. അതെ, നിക്കട്ടെ, ഒരു മിനിറ്റ്. ആ സാറേ, ആ പാരിജാതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് എടുത്തു കൊടുക്കണം കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും നോക്കാൻ പറ്റത്തില്ല, തലച്ചുറ്റ് മാറിയിട്ടില്ല. ശരി സാറേ. സാറേ, ഇതിപ്പുറത്തെ ഞാൻ ഇങ്ങനെ തട്ടിപ്പോഴേ ഇങ്ങനെയാണ് എറിഞ്ഞത്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്ക്. കാണല്ലെന്നേ. സാറേ, അവിടെ മുഴുവൻ നോക്കിക്കോ. എന്റെ ഒരു മൊന്തയും കൂടി പോയിട്ടുണ്ട്. മൊന്തെടുക്കണ മാലെടുക്കട്ടെ ആദ്യം. എന്താണ്? അതെ, MLA മരുമോളാ. എന്റെ പാവാട പോയാ വരെ ഇവര് വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ കുഴപ്പമില്ല സാറേ, കഴിച്ചോ, ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചാണ്. അതല്ല, ഈ മാല എടുത്ത് കിണറ്റിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സാറ് ഇവിടെ ചെളി പൊതഞ്ഞു കിടക്കേണ്ടത്. സാറേ, ചെളിയിലും തപ്പണ്ട്. ഇപ്പുറത്തേക്ക് നീങ്ങ്. ഉണ്ണി, ഒരു കാര്യം ചെയ്യോ, നീ ആ ചേട്ടന്റെ അടുത്തൊന്നും ഇങ്ങാടിടും. അപ്പൊ എവിടെ വീണേന്ന് കാണിച്ചു തരാല്ല. അവിടെ ആ ഭാഗത്ത് തപ്പ്, അവിടെ തപ്പി. ആ സാറേ, ഇല്ല ഒരു കുട്ടപ്പാമ്പാണ്. നോക്കണട്ടാ, കയറിന്റെ ഇപ്പുറത്തേക്ക് വാ. നോക്കിയല്ലേ, ഇത് ഇവിടെ ഒന്നും ഇല്ലാന്നേ. സാറേ, ഒന്ന് ശരിക്കും നോക്ക് സാറേ. എന്നാ താനിങ്ങാട് വാ. എന്തെങ്കിലും കഴിക്കാനോ മാക്കാച്ചി തവള ഉണ്ടാവും സാറേ, കിണറല്ലേ? ഹലോ സാർ. എടോ മന്മത, നിങ്ങൾ എവിടെ പോയി കിടക്കാണ്? എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് വാ, ഇവിടെ എമർജൻസി കോൾസ് വന്നോണ്ടിരിക്കുകയാണ്. സാറേ, പാരിജാതം കിണറ്റിൽ ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കിണറ്റിൽ അപ്പടി ചെളിയാ, അതുകൊണ്ടാ. ഇയാളെ വായിക്കാത്ത എന്താടോ? ബബിൾ ഗം. എടോ, ഇയാളും കൂടെ ഒന്ന് ഇറങ്ങി തപ്പ്, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ ഇറങ്ങിയ എനിക്ക് ഓ കട്ടായി. അവിടെ തന്നെ നീക്കോ. പാരിജാതം ഒന്ന് വേഗം ആകട്ടെ. സാറ് വിളിച്ചേ. അവിടെ വേറെ എന്തൊക്കെ ഒരുപാട് അർജന്റ് വർക്ക്. വേണ്ടേ? സാറേ, മാല എടുക്കാതെ പോലെ. മൊബൈലിൽ സ്പേസ് തീർന്നു. പഴംപൊരിയും തീർന്നു കേട്ടോ. മാല കിട്ടുന്ന പറയും മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ ആരും പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ഒടുക്കത്തെ ഷൂട്ടിംഗ് ആണ്. സാറെ, കിട്ടിയാ? ഇല്ല സാറേ. സാറൊന്ന് ശരിക്കും നോക്ക് സാറേ. ഇവിടുന്ന് മോളിൽ നിന്ന് കണ്ടതാർന്നല്ലോ അത് നേരത്തെ. ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ കാണാനില്ലട്ടോ. നീ എടുത്തിട്ട് പോകട്ടില്ല. ഒന്ന് വേഗം താഴട്ടെ സാറേ, ഇത് നോക്കണേന്നേ. ചെളിയുടെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എടുക്ക്. സാറൊന്ന് ആ ചെളിയും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് കയറിയാൽ മതി കേട്ടാ. അതെ, ഞങ്ങൾ ഫയർഫോഴ്സുകാരാണ്, കിണർ പണിക്കാരല്ല. ചെളി മാറ്റാതെ കിട്ടൂല. നിങ്ങൾ ഈ ചെളി മാറ്റാൻ വേണ്ടിയാണോ മാല എടുത്ത് കിണറ്റിട്ട്? മാല കിട്ടാൻ വേണ്ടി ഇപ്പൊ ചെളി ഇരുത്താരും ഇടൂല്ല. അതില് എന്തെങ്കിലും അപകടം ഉണ്ടായി അവിടെ ഓടി എത്തേണ്ട ആൾക്കാരാണ് ഞങ്ങള്. ഇത് അപകടമല്ലേ? ഈ 5 പവന്റെ മാല പോയതാണ് അപകടം. പിന്നെ അത് ഭയങ്കര വലിയ അപകടം. സാറേ, ഇവിടെ അപകടം ഉണ്ടാവും, അതിന് മുമ്പ് നിർത്തുക. അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ എന്നെ കൊല്ലും. അപ്പൊ വിളിച്ചാ പോരെ, ഞങ്ങൾ വന്നേനല്ലോ. നോക്ക് സാർ, ഈ സാറിന് വേറെ ഒരു പണിയില്ല. സാർ. എടോ മന്മത, എന്റെ ഭാര്യയുടെ ചുരിദാറുകളൊക്കെ തീ പിടിച്ചോ. നിങ്ങളൊന്ന് വേഗം വാ. ഇയാൾ എന്താണ് വിളിക്കുന്നത്? സാർ, തിരിച്ചത് ഉണ്ണി ഒരു ചെറിയ തമാശ കാണിച്ചു, അതാ. 10-20 ലക്ഷം രൂപയുടെ സാധനമാണ് കത്തി നശിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് വാ. സാർ, പാരിജാതം കിണറ്റിനുള്ളിൽ നിൽക്കുന്നേ ഉള്ളൂ. അതല്ല, നമ്മൾ ഈ സുഗതൻ MLA എന്ത് പറയും? എടോ, ആദ്യം ഈ തീയം നനച്ചിട്ട് പോയി എടുത്തു കൊടുക്കാന്ന് പറ. ഓ ശരി സാർ, എന്നാ പിന്നെ ഞങ്ങളിപ്പോ വരാം. സാറേ, ഇത് പള്ളിയിലേക്ക് പോലട്ടാ. അതൊക്കെ അത്യാവശ്യം. പാരിജാതാ, നമ്മുടെ സത്യശീലൻ സാറിന്റെ വൈഫിന്റെ ചുരിദാർ കട ഉണ്ടല്ലോ, അത് തീ പിടിച്ചപ്പോ ഞങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോവുക. അയ്യോ സാറേ, പോലെ സാറേ.
അയ്യോ, എന്നെ പിടിച്ച് കേറ്റ് സാറേ. ഓ പാരിജാത അതിന് സാറേ ആളെ കയറ്റി സാറേ. കയറിവിടല്ലേ ഉണ്ണി. ഒന്ന് നോക്കിക്കോളാം കേട്ടാ. എനിക്കൊന്നും അറിയാൻ പാടില്ല കേട്ടോ. സാറേ, ചായ കൊടുക്കണേ, വെള്ള ചായ കൊടുക്കണം. അയ്യോ പന്മൻ സാറേ, പോവല്ലേ സാറേ, ഉണ്ണിയേ. സാറ് ദാ അവര് പോയിട്ടോ. ചേട്ടാ എന്നെ ഒന്ന് പിടിച്ച് കേറ്റിട്ട് പോരാ. അയ്യോ എനിക്ക് ടൗണിൽ പോയിട്ട് വരെ പണിയുണ്ട്. അയ്യോ ചേട്ടാ, ഞാൻ മാല മേടിച്ചു തരേട്ടാ, എന്നെ ഇവിടെ ഇട്ട് കൊല്ലലേട്ടാ, ഒന്നും പിടിക്കേട്ടാ. എനിക്കിപ്പോ പോണ കുടുംബശ്രീയുടെ മീറ്റിംഗുകളാണ്. അയ്യോ അത് ഞങ്ങ പോണേട്ടാ. ആ എന്നെ പിടിച്ച് കേറ്റിയേട്ടാ. എങ്ങാട് കയറ്റാനാണ് ഞാൻ അവിടെ ഉച്ചക്കുള്ള ഭക്ഷണം കൂടെ ഇറക്കി തരാം. അയ്യോ പോകലേ, എന്നെ കൊണ്ട് പോകാൻ ഇവിടെ പാമ്പും തവളയൊക്കെയാണ് എന്നെ ചേട്ടോ. അയ്യോ ചേട്ടാ 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 ചേട്ടാ